പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ പഠന പ്രവർത്തനങ്ങളൊക്കെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 7ാം ക്ലാസ്സിലെ ഓൺലൈൻ ക്ലാസ്സിനോടനുബന്ധിച്ച് നിങ്ങൾക്കെല്ലാവർക്കും വഴികാട്ടി പഠന പ്രവർത്തനങ്ങൾ എന്ന മനോഹരമായിട്ടുള്ള ഒരു വർക്ക് ബുക്ക് ലഭിച്ചിട്ടുണ്ടാവും. ഈ വർക്ക് ബുക്കിൽ നാം ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. 7ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റ് മേരാഗർ പ്യാരാഗർ എന്നതായിരുന്നു. ഇതിലെ 1ാമത്തെ പാഠം വക്ത് ഖോനെ കാ നഹി എന്നതാണ്. ഇതിൽ വർക്ക് ബുക്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള 1ാമത്തെ പ്രവർത്തനം നോക്കൂ. ബച്ചോ മുനാസിബ് ഖേലോं के नाम चुनकर लिखिए. യോജിച്ച കളികളുടെ പേര് തിരഞ്ഞെടുത്ത് എഴുതുക. കോളത്തിൽ 9 കളികളുടെ പേര് നൽകിയിട്ടുണ്ട്. അതിന് താഴെ 9 കളികളുടെ ചിത്രങ്ങളും നൽകിയിട്ടുണ്ട്. ഈ ചിത്രത്തിന് താഴെ അവയുടെ പേര് എഴുതാനുള്ള വളരെ എളുപ്പമുള്ള ഒരു പ്രവർത്തനമാണ്. ഏതൊക്കെയാണ് കളികൾ? എഴുതിയ കളികൾ നോക്കുക. നിങ്ങളുടെ വർക്ക് ബുക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കുക. എന്നിട്ട് വായിക്കുന്ന സമയത്ത് ഇതിൻ്റെ ചിത്രം എവിടെയാണ് നോക്കുക. അതിൻ്റെ താഴെ ഇത് നോക്കി എഴുതിയെടുക്കുക. സിമ്പിൾ. 1ാമത്തേത് ഫുട്ബോൾ എന്നതിൻ്റെ ചിത്രം ഇവയിൽ എവിടെ എന്ന് നോക്കുക. ആ ചിത്രത്തിന് താഴെ ഫുട്ബോൾ എന്നത് നോക്കി എഴുതുക. സിമ്പിളായി നോക്കി എഴുതാവുന്നതേ ഉള്ളൂ. 2ാമത്തേത് ക്രിക്കറ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ക്രിക്കറ്റിൻ്റെ ചിത്രത്തിന് താഴെ അത് നോക്കി തെറ്റാതെ ക്രിക്കറ്റ് എന്ന് എഴുതുക. 3ാമത്തേത് കബഡിയാണ്. കബഡി ഏത് കളിയാണെന്ന് അറിയാലോ. അടുത്തത് ആങ്ക് മച്ചോലി എന്ന് പറഞ്ഞാൽ കണ്ണ് പൊത്തിക്കളി. കണ്ണ് പൊത്തിക്കളിയാണ് ആങ്ക് മച്ചോലി. അപ്പോൾ ആങ്ക് മച്ചോലി എന്ത് ചെയ്യുക? അതിൻ്റെ താഴെ അത് എഴുതുക. അടുത്തതോ റസ്സാകശിയുമുണ്ട്, റസ്സി കൂതുമുണ്ട്. റസ്സാകശി എന്ന് പറഞ്ഞാൽ എന്താണ്? വടംവലിയാണ്. റസ്സാകശി വടംവലി. വോളിബോൾ. റസ്സി കൂത് എന്ന് പറഞ്ഞാൽ വള്ളിച്ചാട്ടം. അടുത്തതോ ഹോക്കി. ബാഡ്മിൻ്റൺ. ഇതിനൊക്കെ അത് തന്നെയാണ് പറയാം അല്ലേ? ബാഡ്മിൻ്റൺ എന്നുള്ള ചിത്രത്തിന് താഴെ എഴുതിയാൽ 1ാമത്തെ പ്രവർത്തനം എല്ലാവരും ചെയ്തു കഴിഞ്ഞു. എല്ലാവരും ചെയ്തില്ലേ? ചെയ്തല്ലോ. അതെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ 2ാമത്തെ പ്രവർത്തനം കൂടി നോക്കാം. വക്ത് ഖോനെ കാ നഹി എന്നതിലെ 2ാമത്തെ പ്രവർത്തനം നോക്കൂ. ഖേൽ കെ ബാരെ മേ ഔർ സെ പഠിയേ. ഇവിടെ ഒരു കളിയെക്കുറിച്ച് ഇവിടെ കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ വായിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആപ്കെ പസന്ദീദ ഇഷ്ടപ്പെട്ട ഒരു കളിയെക്കുറിച്ച് കുറച്ച് സെൻറ്റൻസ് എഴുതാനുള്ള പ്രവർത്തനമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്താ എഴുതേണ്ടി? ആദ്യം നമ്മളിതൊന്ന് വായിച്ചു നോക്കാം അല്ലേ? ഇത് വായിച്ചതിന് ശേഷം ഇതുപോലെ വേറൊരു കളിയെക്കുറിച്ച് നമുക്ക് ഇതുപോലെ എഴുതാം. വളരെ സിമ്പിളായൊരു പ്രവർത്തനം തന്നെയാണ്. വോളിബോൾ എന്ന കളിയാണ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത്. വോളിബോൾ എന്നതിന് പകരം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളി ക്രിക്കറ്റാണെങ്കിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ ആണെങ്കിൽ ഫുട്ബോൾ, ഹോക്കി ആണെങ്കിൽ ഹോക്കി. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു കളിയുടെ പേര് അവിടെ എഴുതാം. കളിയുടെ പേര് മുകളിൽ നമ്മൾ 1ാമത്തെ പ്രവർത്തനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. അത് നോക്കിയിട്ട് തെറ്റാതെ എഴുതുക കേട്ടോ. എന്നിട്ട് വോളിബോൾ ഏക് ഖേൽ ഹെ. ഇത് നമ്മൾ എഴുതുന്ന സമയത്ത് ഈ വോളിബോൾ എന്നതിന് പകരം എന്തെഴുതിയാൽ മതി? നമ്മൾ ഏത് കളിയാണോ എഴുതുന്നത് അത് തന്നെ ഇവിടെ എഴുതിയാൽ മതി. അപ്പോൾ വോളിബോൾ ഏക് ഖേൽ ഹെ നമ്മൾ എഴുതുന്നത് ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റ് ഏക് ഖേൽ ഹെ. ഇനി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ് എഴുതുക കേട്ടോ. വോളിബോൾ ഏക് അച്ഛാ ഖേൽ ഹെ. വോളിബോൾ ഒരു നല്ല കളിയാണ്. ബാക്കിയുള്ളതൊക്കെ നല്ല കളി തന്നെയാണ് അല്ലേ? വോളിബോൾ ഏക് അച്ഛാ ഖേൽ ഹെ. ഇനിയോ 3ാമത്തേത് വോളിബോൾ ഖേൽ മേ 2 ടീം ഹോത്തെ ഹെ. വോളിബോൾ കളിയിൽ 2 ടീമുകൾ ഉണ്ടായിരിക്കും. ഫുട്ബോളിലാണെങ്കിലും ക്രിക്കറ്റിലാണെങ്കിലും ഒക്കെ എന്ത് തന്നെയാണ്?
2 ടീം ഉണ്ടാവും. ഹോക്കി ആണെങ്കിലോ 2 ടീം ഉണ്ടാവും. അപ്പോൾ അതിലും എന്തില്ല, സെൻറ്റൻസിലെവിടെയും മാറ്റമില്ല. കളി നമ്മൾ മാത്രം മാറ്റി കൊടുത്താൽ മതി അല്ലേ, കളി മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ കളിയുടെ പേര് എഴുതിയാൽ സെൻറ്റൻസ് ക്ലിയറാണ്. വെരി ഗുഡ് അല്ലേ. അടുത്തത് ഏക്ക് ടീം മേ 6 ഖിലാഡിയാ ഹേ. ഒരു ടീമിൽ 2 ടീം ഉണ്ടാവും. ഏക്ക് ടീം മേ ഒരു ടീമിൽ 6 ഖിലാഡിയാ ഹേ, 6 കളിക്കാരാണ്. ഇവിടെ 6 എന്നുള്ളത് ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ ആണെങ്കിൽ എന്തായി മാറും, 11 ഖിലാഡിയാം എന്നായി മാറും. 11 ഖിലാഡിയാം അല്ലേ. ഇവിടെ എണ്ണം മാറ്റം ഉണ്ടാവും, ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. ഏക്ക് ടീം മേം അത് അതുപോലെ എഴുതാം. 6 ഖിലാഡിയാ ഹേ എന്നുള്ളിടത്ത് 6 എന്നത് മാറ്റി 6 എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, 11 ആണെങ്കിൽ 11. അതല്ലെങ്കിൽ വേറെ ഏത് കളിയാണെങ്കിൽ എന്ത് ചെയ്യുക, 2 ആണെങ്കിൽ ദോ, അങ്ങനെ ആ എണ്ണം മാത്രം എഴുതിയാൽ മതി. അത് മാത്രം മാറ്റാനുള്ളൂ. ഇനി അടുത്തതോ, ഇസ് ഖേൽ സേ തന്ദുരുസ്തി ബഡ് ജാത്തി ഹേ. ഈ കളി കളിച്ചാൽ, ഈ കളി കൊണ്ട് തന്ദുരുസ്തി ആരോഗ്യം ബഡ് ജാത്തി ഹേ വർദ്ധിക്കുന്നു. അതെല്ലാ കളികളും ആരോഗ്യത്തിന് നല്ലതാണ് അല്ലേ. എല്ലാ കളികളും, ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും ഹോക്കി ആണെങ്കിലും എല്ലാം ആരോഗ്യത്തിന് നല്ലതാണ്. അതിര് കവിഞ്ഞ് കളിക്കാതിരിക്കുക, പഠിത്തമൊക്കെ മറന്നിട്ട് കളിക്കാതിരുന്നാൽ മതി. എല്ലാം ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഈ സ്കേൽ സേ തന്ദുരുസ്തി ബഡ് ജാത്തി ഹേ എന്ന ഈ വരി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ സാധിക്കും. ഇങ്ങനെ ഒരു കളിയെക്കുറിച്ചാണ് ഇവിടെ എഴുതാനുള്ള. കളിയുടെ പേര് ഇവിടെ എഴുതുക, അതിനുശേഷം ആ കളിയെക്കുറിച്ചുള്ള സെൻറ്റൻസുകളും ഭംഗിയായി എഴുതുക. തയ്യാറല്ലേ, റെഡിയല്ലേ? ഇനി ഇതുപോലെ മറ്റു പ്രവർത്തനങ്ങളുടെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻസിലൂടെ അറിയിക്കുക. മറ്റുള്ള വീഡിയോകളും ഇതുപോലെ തന്നെ പറഞ്ഞു തരാം. നന്നായിട്ട് വീഡിയോയുടെ കൂടെ തന്നെ നിങ്ങൾ പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഈ രഹ്നുമ വർക്ക് ബുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. ശുക്രിയ. ഖുദാ ഹഫീസ്.